അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 4 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇവിടെ വാസ്തവത്തിൽ അതിൻ്റെ ആരംഭത്തിൽ എഴുതിയിരിക്കുന്ന നെബൂഖദ്നേസർ എന്ന ഞാൻ എൻ്റെ അരമനയിൽ എന്തുമാണ് സ്വൈര്യമായും വളരെ അവിടെ എഴുതിയിരിക്കുന്നത് സുഖമായും വസിച്ചിരിക്കുമ്പോൾ കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് വേണം. കാര്യം രാജാവിന് കൊട്ടാരത്തിൽ താമസിച്ചാൽ മതി, നല്ല ആഹാരം കിട്ടും, അവൻ്റെ അരമനയിൽ എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട്. അങ്ങനെ സ്വൈര്യമായും സുഖമായും എന്തുവാണ് താൻ താമസിച്ച് മുന്നോട്ട് വസിച്ചുകൊണ്ട് പോകുമ്പോൾ പെട്ടെന്ന് ഇദ്ദേഹം ഒരു സ്വപ്നം കാണുകയാണ്. അത് ആ സ്വപ്നം കണ്ടപ്പോൾ എന്തുവാണ് കിടക്കയിൽ വെച്ച് എന്തുവാണ് താൻ ഭയപ്പെട്ടു എന്നാണ് എഴുതിയിരിക്കുന്ന കാര്യം. ആ സ്വപ്നം എന്തുവാണ് തന്നെ ഭയപ്പെടുത്തി. ആ സ്വപ്നത്തിൻ്റെ ഭയങ്കരത എന്തുവാണ് തന്നെ ഭയപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ ഈ നെബൂഖദ്നേസറിനെ ദാനിയേലിന്റെ പുസ്തകം 2-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഇതുപോലെ ഇതൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം എന്തുവാണ് അദ്ദേഹം പെട്ടെന്ന് മറന്നുപോയി എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് തനിക്ക് ഓർമ്മ ഇല്ലാതെയായി. എന്നിട്ട് അതിൻ്റെ ആ സ്വപ്നത്തെക്കുറിച്ചും എന്തുവാണ് ഞാൻ കണ്ടതും അതിൻ്റെ വ്യാഖ്യാനം എന്തുവാണ് പറഞ്ഞു തരണമെന്ന് പറഞ്ഞ് അവിടെയുള്ളതായ മന്ത്രവാദികളെയൊക്കെ എന്തുവാണ് ഒന്നിച്ചു കൂട്ടി എന്തുവാണ് അദ്ദേഹം സംസാരിക്കുന്നതൊക്കെ 2-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ഈ 4-ാം അധ്യായത്തിൽ താൻ കണ്ട ഈ സ്വപ്നം എന്തുവാണ് മറന്നിട്ടില്ല, മറക്കാനൊക്കത്തില്ല. അത്ര ഭയങ്കരമായ ഒരു സ്വപ്നമായിരുന്നു താൻ കണ്ടത്. അതോ എഴുതിയിരിക്കുന്നത് അത് നിമിത്തം ഭയപ്പെട്ട കിടക്കയിൽ വെച്ച് എനിക്കുണ്ടായ നിരൂപണങ്ങളാലും ദർശനങ്ങളിലും എന്തുവാണ് വ്യാകുലപ്പെട്ടു. അപ്പോൾ ഇദ്ദേഹത്തെ എന്തുവാണ് വളരെ വിഷമിച്ച് വ്യാകുലപ്പെടുത്തി എന്തുവാണ് പിടിച്ചു കുലുക്കിയതായ ഒരു സ്വപ്നമായിരുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇദ്ദേഹം കണ്ടതായ ഈ ഭയങ്കര സ്വപ്നം വ്യാകുലപ്പെടുത്തുകയാണ്, തന്നെ വളരെ വിഷമിപ്പിക്കുകയാണ്. ഇതിൻ്റെ അർത്ഥം തനിക്കൊന്ന് മനസ്സിൽ ആക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ അവിടെ ബാബേലിൽ എന്തുവാണ് സകല വിദ്വാൻമാരെയും ആരെല്ലാം ഉണ്ടോ അവരെ എല്ലാം വിളിച്ചു കൂട്ടിയിരിക്കുകയാണ്. അതുമാത്രമല്ല അവരെ കൊണ്ടുവരുവാനായിട്ട് രാജാവ് കൽപ്പിച്ച് അവർ വന്നിരിക്കും. അവരെ എല്ലാം വിളിച്ചു കൂട്ടി. അങ്ങനെ മന്ത്രവാദികളുണ്ട്, ആഭിചാരകന്മാരുണ്ട്, കൽദയരും ശകുനവാദികളും അകത്തു വന്ന് ഞാൻ ഈ സ്വപ്നം അവരോട് താൻ കണ്ട ആ സ്വപ്നം അതുപോലെ അവരോട് വിവരിച്ചു. ഇദ്ദേഹം വിവരിച്ചു എങ്കിൽ തന്നെയും ഇതിൻ്റെ അർത്ഥം അവർക്കാർക്കും മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് സാധിക്കുന്നില്ല.